എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദനായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. ചിന്തിക്കാതെ സംസാരിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, സത്യം അറിയാതെ ഊഹിക്കരുത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. നമ്മൾ എത്രത്തോളം നിഷ്കളങ്കരായി ഇരിക്കുന്നുവോ അത്രത്തോളം ഭയവും സംശയവും നമ്മളിൽ വളരുന്നു. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആൾക്കൂട്ടം മിക്കപ്പോഴും തെറ്റാണ് പ്രചരിപ്പിക്കുന്നത്. അതിനാൽ അവരുടെ അറിവ് മികച്ചതായി കണക്കാക്കരുത്. തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക, സത്യസന്ധമായി അത് നേടിയെടുക്കുക. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നമ്മുടെ മനോഭാവം മാത്രമാണ്. എപ്പോഴും നല്ലതിനെ കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് അതുപോലെയാണ് ലോകവും. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. അത് വിധിയെ മാറ്റിമറിക്കും. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിലേക്ക് എത്തിച്ചേരുന്നത്. എപ്പോഴും നുണകൾ മാത്രം പറഞ്ഞു ജീവിക്കുന്ന സ്ത്രീകൾ ഒടുവിൽ ചതിക്കും വഞ്ചനകൾക്കും അടിമയായി മാറും. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും അനുഭവിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ്. മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുൻപിൽ ഉണ്ടാകും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കാറില്ല. അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ അത് നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ്. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത്. അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവയെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളിൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. പ്രണയം എന്നത് ശരീരങ്ങൾ തമ്മിലുള്ള ആസക്തിയല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമാണ്. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരുമാകാതിരിക്കുക, ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക. പകർന്നു നൽകിയത്
പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന്റെ മനോഹരമായ മറുപടി ഇതായിരുന്നു: ഉപേക്ഷിച്ചു പോയവർ ആരും നമ്മുടേതായിരുന്നില്ല, വേണ്ടപ്പെട്ടവർ ആരും ഉപേക്ഷിച്ചു പോവുകയുമില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതുതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. സ്നേഹിക്കുക, അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക, അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതൊരു ഉത്തരവാദിത്വമാണ്. പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകും. നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം ഒരു പാഠമാണ്, പഠിക്കാനും തിരിച്ചറിയാനുമുള്ള പാഠം. ചിരിച്ചാൽ മാറുന്ന ദോഷങ്ങളുണ്ട്, ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട്, തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട്, ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുമുണ്ട്. പക്ഷേ ആരും ഒന്നിനും തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ സങ്കടം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥം മാത്രമേ അതിനുണ്ടാകൂ. പരിഗണന കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്നും പരിഭ്രമമില്ലാതെ പിന്മാറുക. സ്വയം തുടച്ച കണ്ണുനീരും ഒറ്റയ്ക്ക് അനുഭവിച്ച ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാകില്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുക. മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അത് മതി എല്ലാം മറക്കാൻ. അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്കും ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ. മറ്റൊരാളെ ചതിക്കുന്നതിന് മുന്നേ ഒരു സ്ത്രീ അയാളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു വാക്കാണ് മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. ആളുകളുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത്. അത് കളിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും നിങ്ങൾക്ക് തന്നെ മുൻഗണന നൽകുക. ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത്. കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. വെറും താൽക്കാലികമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനം എടുക്കരുത്. മലിനമായ ജലം ഒരു സസ്യം വളരുന്നതിന് തടസ്സമാകുന്നില്ല. സസ്യത്തിന്റെ വേരുകൾക്ക് വേണ്ടത് മാത്രം വലിച്ചെടുക്കുന്നു. നിങ്ങൾ ഏത് മോശം സാഹചര്യത്തിലായിക്കോട്ടെ, നല്ലത് മാത്രം ചെയ്യുക. നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. ജീവിതത്തിന്റെ ദുരന്തം നമ്മൾ വളരെ വേഗം വൃദ്ധരാകുകയും വളരെ വൈകി ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നതാണ്. പുറത്ത് കടക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തടവറ നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ചെയ്യുവാനും സന്തോഷിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ മിക്ക ആളുകളെക്കാളും നിങ്ങൾ ജീവിതത്തിൽ മുന്നിലാണ്. മുള്ളുകളില്ലാത്ത പാതകൾ കാണുമ്പോൾ ഒന്നോർത്തോളൂ, അത് നിങ്ങളെ ഒരിടത്തും നയിക്കില്ല. എനിക്ക് ഒരു കഴിവുമില്ല, ഞാൻ നിസ്സാരനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോ, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്.
കൂടുതൽ ആശ്രയിക്കാതിരിക്കുക. ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വന്നേക്കാം. ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമൃദ്ധമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. സാഹചര്യം എന്തായാലും കീഴടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു പുരുഷനെ ഒരു സ്ത്രീ എപ്പോഴും ഓർക്കാൻ കാരണം അവൾക്ക് അവനെ അഗാധമായി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. വെറുപ്പ്, ശത്രു, രോഗം ഇവയൊന്നും തന്നെ ചെറുതായി കാണരുത്. ഇവയ്ക്കെല്ലാമുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ടതാണ്. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുൻപ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല. അല്ലെങ്കിൽ ആരും അതിന് തയ്യാറാവില്ല. ഭയം സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മുടെ കാഴ്ചയെ മറയ്ക്കാൻ ആ ഭയത്തെ അനുവദിച്ചുകൂടാ. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. വേദനയുടെ ആഴമറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വില അറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ അധികം ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവുകഴിവുകൾ ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രതികാരം ഓരോ നിമിഷവും നമ്മൾ സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. നമ്മൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളിലെ നന്മയാണ് കണ്ടെത്തുന്നത്. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി ആശ്വസിപ്പിക്കാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കാനും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിൽ തന്നെയായിരിക്കും. വിജയമല്ല, സന്തോഷത്തിലേക്കുള്ള മാർഗം. എപ്പോഴും സന്തോഷമായിരിക്കുമ്പോൾ വിജയം നമ്മളെ മാടി വിളിക്കും. ജീവിതം ഹ്രസ്വമാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. സ്നേഹം, ദയ തുടങ്ങിയ നല്ല സ്വഭാവമുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. നേടിയെടുത്തതൊക്കെയും തനിക്കുള്ളതാണെന്ന ഭാവം നിനക്കുണ്ടെങ്കിൽ ഒന്നോർത്തോ, പോയവരാരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇനി പോകുന്നവരാരും ഒന്നു കൊണ്ടുപോവാനും പോകുന്നില്ല. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. പോരായ്മകൾ മനുഷ്യ സഹജമാണ്. പക്ഷേ ആ പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അതിനെ വിലയിരുത്താനെങ്കിലും ശ്രമിക്കുക. ജീവിതത്തിൽ എപ്പോഴും ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുക. അത് കുടുംബ ബന്ധങ്ങളാകട്ടെ, സുഹൃത്ത് ബന്ധമാകട്ടെ, സ്നേഹബന്ധമാകട്ടെ, മൂല്യം നൽകുന്തോറും അടുപ്പവും സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം. അസൂയ, പ്രതികാരം, വെറുപ്പ്, ഭയം, സ്നേഹം ഇവയുടെയൊക്കെ ഏറ്റവും നല്ല കൃഷിയിടമാണ് ഹൃദയം. അതിനാൽ ഇതിലേത് വിതയ്ക്കണം, എന്ത് കൊയ്യണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത്. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷെ പലപ്പോഴും നിങ്ങൾ അടഞ്ഞ വാതിലിലേക്ക് നോക്കി സമയം കളയും. നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണുകയുമില്ല. എല്ലാം ശരിയാവും എന്ന ഒറ്റ വാക്കിന്റെ ബലത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നഷ്ടത്തിൽ ശ്രദ്ധയൂന്നിയാൽ ദുഃഖിച്ചിരിക്കാം. എന്നാൽ പാഠത്തിൽ ശ്രദ്ധയൂന്നിയാൽ നിങ്ങൾക്ക് വളരാം. ആദ്യം ക്ഷമ ചോദിക്കുന്നവനാണ് ഏറ്റവും ധീരൻ. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടൻ. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസരം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിച്ചതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക.
നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. അറിവും ത്യാഗവും കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയുമാണ് വിജയം. അമിതമായി മേക്കപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ നിഷ്കളങ്കരായിരിക്കും. കാരണം അവർക്ക് സ്വന്തം വ്യക്തിത്വത്തിൽ ആത്മവിശ്വാസം കുറവായിരിക്കും. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ലതോ ചീത്തയോ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. നമ്മുടെ മുന്നിലുള്ള ജീവിതം നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ജീവിതത്തിൽ എന്ത് നേടിയാലും ഇല്ലെങ്കിലും സമാധാനമുള്ള മനസ്സിനോളം വരില്ല മറ്റൊന്നും. നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മെ തളർത്താതിരിക്കുന്നത് സമാധാനമുള്ള മനസ്സ് മാത്രമാണ്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നുണയന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നാൽ, ഇനി അഥവാ അവൻ സത്യം പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനും അത് കേൾക്കാൻ തയ്യാറാകില്ല എന്നതാണ്. എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക. എന്ത് വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ ഏതുപോയ അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബന്ധങ്ങൾ 2 തരമാണുള്ളത്. ചിലർ അനുഗ്രഹമായിട്ടായിരിക്കും നമ്മുടെ മുന്നിലെത്തുന്നത്, എന്നാൽ ചിലർ നമുക്കൊരു പാഠമായിരിക്കും. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുൻപിലെത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. നമുക്കെല്ലാവർക്കും ഒട്ടേറെ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയാതെ മറ്റുള്ളവർ ചെയ്തത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാതായി പോകുന്നത് സ്വന്തം വ്യക്തിത്വവും കഴിവുകളുമാണ്. വ്യക്തികളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണകൾ നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. എല്ലാ മുൻധാരണകളും വലിയ തെറ്റിദ്ധാരണകളാകാം. നിങ്ങൾ പഠിച്ച കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് യാതൊരു മൂല്യവുമില്ല. പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. തൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയാൻ വെമ്പൽ കൊള്ളുന്ന സ്ത്രീകൾ നിഷ്കളങ്കരായിരിക്കും. കാരണം അവർക്ക് തൻ്റെ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ സാധിക്കില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവയൊന്നും വലിയ പ്രശ്നങ്ങൾ അല്ലാതായിത്തീരും.